പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ അങ്ങ് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തതിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നമുക്ക് വീണ്ടും സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആനന്ദത്തോടെ സന്തോഷത്തോടെ നമുക്കൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന നിത്യജീവനായിട്ട് സ്തോത്രം, നിത്യരക്ഷയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം ഞങ്ങളെ കഴുകി വെടിപ്പാക്കിയതിനായിട്ട് സ്തോത്രം. ആ നീതി എന്ന അങ്ങയുടെ സമ്മാനം, നീതിഫലം, ആമേൻ, ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്, യേശു ക്രിസ്തു മുഖാന്തരം, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് നീതീകരണം തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മക്കൾ എന്ന പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ അധികാലത്ത്, അതേ സങ്കീർത്തനക്കാരൻ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഹല്ലേലൂയ, ഈ 5:3, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞാൻ കർത്താവിനായി ഒരുക്കി കാത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുങ്ങി ഞങ്ങളുടെ സന്നിധിയിലിരിക്കുക. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സ്വീകരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നു കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ അങ്ങേ ആരാധിക്കുവാൻ ഈ പ്രഭാതത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭയങ്കര മാറ്റങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഇവരുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ഇവരുടെ വിചാരങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ഇവരുടെ പ്രവൃത്തികൾക്ക് മാറ്റമുണ്ടാകട്ടെ. ഇവരുടെ ഇടപെടലുകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ. വലിയ രൂപാന്തരം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിനെ അടിപ്പിടാനുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ഉറക്കമില്ലായ്മ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അകാരണമായ മുടികൊഴിച്ചിലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ഹൃദയ സംബന്ധമായ രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിലുള്ള സുഷിരങ്ങൾ അടയട്ടെ. ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ഹൃദയത്തിൻ്റെ മസിലുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള ഹാർട്ട് ഡിസീസുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവ് ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളായി വിവാഹം കഴിഞ്ഞു, ആമേൻ, കുഞ്ഞുങ്ങളായിട്ടില്ല. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ മിറക്കിൾ വർക്കിംഗ് പവർ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. മിറക്കിൾ വർക്കിംഗ് പവർ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ വാതിലുകൾ അവർക്കായി ഓപ്പൺ ആകട്ടെ. ജോലിയില്ലാത്തവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗം ഏറ്റവും മേത്തരമായ സഭായോഗമായി മാറട്ടെ. ഏറ്റവും അധികം ജനം
പങ്കെടുത്ത സഭായോഗമായി മാറട്ടെ. ആമേൻ. ദൈവിക വെളിപ്പാടുകളുടെ കൈമാറ്റങ്ങൾ, ആമേൻ, ദൈവിക ആത്മപകർച്ചയുടെ കൈമാറ്റങ്ങൾ ഇന്നത്തെ സഭായോഗത്തിൽ നടക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 8 മണിക്കാണ് സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി തീർക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, കാഴ്ചയാലല്ല, പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? വിശ്വാസത്താലത്രേ. അപ്പം എന്തോ അതിൻ്റെ അർത്ഥം? വിശ്വാസത്താൽ നടക്കുന്നു പറഞ്ഞാൽ കർത്താവിൽ ഡെയിലി ട്രസ്റ്റ് ചെയ്ത്, കർത്താവിൽ ഡിപ്പെൻഡായി, ആമേൻ, ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ആരിൽ ട്രസ്റ്റ് ചെയ്യുന്നു? നമ്മൾ കർത്താവിൽ മൊത്തമായി ഡിപ്പെൻഡായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമുള്ള ഒരു സംഭവമല്ല നമ്മുടെ ജീവിതത്തിൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ നിരന്തരം കണ്ടിന്യൂ ആയിട്ടുള്ള നമ്മുടെ വിശ്വാസ യാത്രയാണ്. ഈ യാത്രയിൽ നിരന്തരം ഉപയോഗിക്കപ്പെടേണ്ടതാണ് ആമേൻ എന്ത് വിശ്വാസം എന്ന് പറയുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെ ജീവിക്കും? വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിനെ നോക്കിയാൽ, അബ്രഹാം ദൈവിക വിളി കേട്ട് തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട്, ആമേൻ, എങ്ങോട്ടെന്നറിയാതെ ദൈവം കാണിക്കാൻ പോകുന്ന ദേശത്തിലേക്ക് എങ്ങനെ പോയി? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടക്കുക. എവിടോട്ടെന്ന് അറിയാൻ മേല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദിവസവും ആമേൻ ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ ആമേൻ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. നോഹയെ സംബന്ധിച്ച് പറഞ്ഞാൽ, നോഹ ഒരു ദൈവിക ശബ്ദം കേട്ട നോഹ പെട്ടകം പണിയുന്നത്. നോഹയ്ക്ക് അറിയത്തില്ല എന്ന് മഴ പെയ്യുമെന്നോ എന്താണെന്നോ ഒന്നും നോഹയ്ക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവിലുള്ള വിശ്വാസത്തിലാണ് നോഹ അനുദിനം മുന്നോട്ട് പോയത്. പത്രോസ് വെള്ളത്തിന്മേൽ കാല് വെക്കുന്നത് കർത്താവിലുള്ള വിശ്വാസത്തിലാണ്. ആമേൻ. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നമ്മുടെ മുമ്പിൽ പലതും സംഭവിക്കും, നമുക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ആമേൻ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് ഏത് സാഹചര്യം കണ്ടാലും നമ്മൾ തളരത്തില്ല, നമ്മൾ നിരാശപ്പെടത്തില്ല. നമ്മൾ പറയും, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാ, അതുകൊണ്ട് എന്തു പറ്റും? ഒന്നും ഞങ്ങൾക്ക് ദോഷമായി വരുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. എല്ലാം ആമേൻ എന്തായി മാറും? ഹല്ലേലൂയ, നന്മയ്ക്കായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ആമേൻ, നമുക്കറിയാം ഈ വേദപുസ്തകത്തിലെ വിശ്വാസവീരന്മാർ മാത്രമല്ല, വേദപുസ്തകത്തിന് പുറത്ത് വന്നു കഴിയുമ്പോൾ അതിനുശേഷമുള്ള വിശ്വാസവീരന്മാരുണ്ട്. ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ, ആമേൻ, താൻ ഓർഫനേജ് നടത്തുന്ന ഒരു മനുഷ്യനോട് ചോദിക്കാതെ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത്. വിശ്വാസത്താലാണ് ഫീഡ് ചെയ്യുന്നത്. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ. തക്ക സമയത്ത് എന്ത് ചെയ്യും? കർത്താവ് പ്രൊവിഷനുകളെ ഒരുക്കി കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ മുമ്പിൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ പറയണം, ഞാൻ കർത്താവിൻ്റെ നീതിമാനാണ്. ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന അല്ല വിശ്വാസം, ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിന് കഴിയുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് നമ്മുടെ ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടുകളുടെ മുമ്പിലും നമ്മൾക്കൊരു ഫെയ്ത്ത് വേണം. എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ആ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കരമുയർത്തി പറയാം, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ആ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ആ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് വിശ്വാസം. അതായത് ദൈവത്തിന് കഴിയുമെന്ന് എല്ലാവരും വിശ്വസിക്കും, പക്ഷേ അതെനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിൻ്റെ മുമ്പിലാണോ നിങ്ങളങ്ങ് വിശ്വസിക്കും, ദൈവത്തിന് കഴിയും. എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ആ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തരും, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവി. ദൈവവചനം നിരന്തരമായി ആമേൻ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമാകും. ആമേൻ. വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. ആമേൻ. നമ്മൾ അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി അത് ലഭിച്ചു എന്നുള്ളതല്ല, നമുക്കറിയാം അത് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസത്തോടെ നമ്മൾ സ്തോത്രം പറയും. പിന്നെ ആരോട് സംസാരിച്ചാലും ഫെയ്ത്ത് മാത്രമേ പറയാവൂ. ഒരിക്കലും ആമേൻ ഇതിനെക്കുറിച്ച് പറയരുത്. ആമേൻ നിരാശ പറയരുത്, തോൽവി പറയരുത്. വിശ്വാസം തന്നെ പറയണം. കർത്താവ് ചെയ്യും,
കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളെ നമ്മൾ എടുത്തു വെച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോവുക. എപ്പോഴും വിശ്വാസം പറയുന്നവരുമായിട്ട്, വിശ്വാസി എന്ന് പറഞ്ഞാൽ ചർച്ച വരുന്നവരെന്നല്ല, വിശ്വാസത്തിൽ ജീവിക്കുന്നവരുമായിട്ട് ഇടപെടാമെങ്കിൽ നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിക്കുകയും കർത്താവിന് സ്തോത്രം പറയാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുന്നു, കാഴ്ചയാലല്ല പിന്നെ എങ്ങനെ ജീവിക്കണം? വിശ്വാസത്താൽ ജീവിക്കണം. കണ്ടിട്ട് ജീവിക്കുന്നത് വിശ്വാസമല്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്ക് എൻ്റെ കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ വിഷയത്തിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഭയമല്ല പെടുന്നത്, നിരാശപ്പെടുകയല്ല, തളരുകയല്ല. ഞാൻ വിശ്വാസത്താൽ എൻ്റെ കൈകളെ ഉയർത്തി എൻ്റെ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്തതിന് ഞാൻ നന്ദി പറയും. എൻ്റെ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയും. കണ്ടിട്ടല്ല ഞാൻ പറയുന്നു, എനിക്ക് വിശ്വാസം. എൻ്റെ കർത്താവ് ചെയ്യും, എൻ്റെ കർത്താവ് ചെയ്യും, എൻ്റെ കർത്താവ് ചെയ്യും. ചെയ്തതിനായി സ്തോത്രം. അസാധ്യമെന്ന് മനുഷ്യർ പറയും, അസാധ്യമെന്ന് നമ്മുടെ മനസ്സും പറയും. പക്ഷെ ഞാൻ വിശ്വാസത്താൽ നോക്കുക, എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വിശ്വാസത്തോടെ സ്തോത്രം പറയും, വിശ്വാസത്തോടെ സ്തോത്രം പറയും, വിശ്വാസത്തോടെ സ്തോത്രം പറയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ.